നമസ്കാരം. ഇറാനെ തകർക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അവിടെ തകർന്നു വീഴുന്നത് അമേരിക്കയായിരിക്കും. ചൈനയുടെ പരോക്ഷമായ പിന്തുണയോടെ ഇറാൻ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു പ്രോക്സി മുന്നറിയിപ്പുമായി മുന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ശക്തമാവുകയാണ്. എന്നാൽ ഇറാൻ ചൈനയുടെ കേവലം ഒരു പ്രോക്സി മുൻനിരയല്ല എന്നും മറിച്ച് സ്വന്തം പ്രത്യയശാസ്ത്രപരവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക ശക്തിയാണ് എന്ന കാര്യം വിദഗ്ധർ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഉപയോഗിച്ചാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഇറാൻ നിരീക്ഷിച്ചതെന്നാണ് റിപ്പോർട്ട്. അതായത് TEE-01B എന്ന് പേരിട്ടുള്ള ഈ ഉപഗ്രഹം ചൈനീസ് കമ്പനിയായ എർത്ത് ഐ ആണ് വികസിപ്പിച്ചത്. വിക്ഷേപണത്തിനു ശേഷം ഇത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സിന് കൈമാറുകയായിരുന്നു. ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മാത്രം ഉടമസ്ഥാവകാശം കൈമാറുന്ന രീതിയാണ് ഇതുവഴി ചൈനയ്ക്ക് തങ്ങളുടെ പങ്കാളിത്തം രഹസ്യമായി വെക്കാൻ കഴിഞ്ഞത്. അതായത് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിലെ മുവാഫാക് സാൽറ്റി എയർബേസ്, ബഹ്റൈനിലെ US 5ാം ഫ്ലൈറ്റ് എന്നീ ആസ്ഥാനങ്ങളിലാണ് ദൃശ്യങ്ങൾ ഈ ഉപഗ്രഹം പകർത്തിയത്. അതായത് ഇവിടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ഈ ഉപഗ്രഹം പകർത്തിയതെന്ന് സാരം. അതേസമയം സാമ്പത്തിക ഇടപാടുകൾക്കൊപ്പം ഇറാനുമായി ചൈന സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് നിലവിൽ പുറത്തുവരുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്ന ഈ പുതിയ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ്. ഇതിന്റെ ഭാഗമായാണ് ചൈനയിൽ നിന്നും 60 മുതൽ 70 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന 400 ചൈനീസ് നിർമ്മിത തോൾ ഫയർഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അഥവാ റോക്കറ്റ് ലോഞ്ചറുകൾ ഇറാനിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ചൈനയുമായുള്ള ഈ പുതിയ സൈനിക സഹകരണം ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ കരുത്തു പകരും എന്നാണ് കണക്കാക്കൽ. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാകുന്ന രീതിയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാനെ സഹായിക്കുന്ന ഈ ആയുധ കൈമാറ്റം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സ്വന്തം തന്ത്രപരമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ വൻ ശക്തികളുടെ പിന്തുണയോടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ മത്സരങ്ങൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ സൈനിക കരാർ. ലോകരാഷ്ട്രങ്ങൾ ഏറെ ഉത്കണ്ഠയോടെ വീക്ഷിക്കുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന കാര്യം ഉറപ്പാണ്.